ഈ പറയാൻ പോകുന്ന സൂപ്പർ ഫുഡ്സ് നിങ്ങൾ കഴിച്ചു നോക്കൂ, അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. ആദ്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ കുറുക്കുമിനുള്ളത് കൊണ്ട് തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അടുത്തതായിട്ട് ഹണിയാണ്. ഹണി നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ എമൗണ്ട് കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ കണ്ടന്റ് കൂടുന്നത് വഴി തന്നെ ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അലിസിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൂടുതലായിട്ട് കാണുന്നു. ഉള്ളിലെ ക്യൂർസിറ്റിൻ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ജിഞ്ചറാണ്. ജിഞ്ചർ കഴിക്കുന്നത് വഴി തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ബെറീസ് ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാ ടൈപ്പ് ബെറീസും പ്രത്യേകിച്ച് ബ്ലൂബെറീസ് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. അടുത്തതായിട്ട് നട്ട്സ് ആണ്. നട്ട്സിൽ പ്രധാനമായിട്ടും വാൾനട്ടും അതുപോലെ തന്നെ ബദാമും നിങ്ങൾ കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുവഴി തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ് ഗ്രീൻ ടീ. ഇത് കഴിക്കുന്ന വഴി തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നു. നമ്മുടെ ബോഡിക്ക് ആന്റി ഓക്സിഡന്റ് ആക്ഷൻ കിട്ടുന്ന വഴി തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ജനറൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനും ഈ ഗ്രീൻ ടീ സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കാൻ ശ്രമിക്കുക. എന്നാലും അത് കഴിക്കുന്ന വഴി തന്നെ നമുക്ക് ഹിസ്റ്റമിന്റെ കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവണമെന്നില്ല, എന്നാൽ അവൈലബിൾ ആവുന്ന ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾക്കൊക്കെ സാൽമൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലമേഷൻ കുറയുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിൾ ആണ് മുരിങ്ങയാണ്. മുരിങ്ങയുടെ ഇല നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന വഴി ഇതിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. സാധാരണയുള്ള ലീഫിലൊന്നും ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാവാറില്ല. ഇതുവഴി നമുക്ക് ഇൻഫ്ലമേഷൻ മാത്രമല്ല ഒരുപാട് ഇമ്മ്യൂണിറ്റി പവേഴ്സ് കിട്ടുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇൻഫ്ലമേഷൻ കുറയുന്നത് വഴി തന്നെ നമ്മുടെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന ഫുഡൊക്കെ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.